ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു വ്ളോഗായിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ ഇത്ര നാളും ഞാൻ വിചാരിച്ചത് കുക്കിംഗ് വീഡിയോ മാത്രമായിട്ട് ഇടാമെന്നാണ്. അപ്പോൾ വ്ളോഗ് ഞാൻ എടുക്കാത്തതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ചെറിയ റൂമിൽ നിന്ന് എന്തെന്ന് കാണിക്കാനോ എന്തെന്ന് എടുക്കാനെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്ര നാളും വ്ളോഗ് എടുക്കാണ്ടിരുന്നത്. വിചാരിച്ച ഏതായാലും മതി, ഇനി നാട്ടിൽ പോയിട്ട് വ്ളോഗ് എടുക്കാമെന്ന്. അപ്പോൾ എല്ലാവർക്കും ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ വേണമെന്ന് തന്നെ പറഞ്ഞു. പിന്നെ കുക്കിംഗ് വീഡിയോ അങ്ങനെ ആരും കാണുന്നുമില്ല. പിന്നെ ഞാൻ കുക്കിംഗ് വീഡിയോ ഇട്ടാൽ പിന്നെ ആരും നോക്കുന്നുമില്ല. അതുകൊണ്ട് ഞാൻ വെച്ചാൽ മതി ഇടുന്ന തന്നെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന്. പിന്നെ നാട്ടിൽ പോയാൽ ഇനി നാട്ടിൽ പോകാൻ കുറച്ച് ദിവസം കൂടി ഉണ്ടല്ലോ. മക്കൾ എക്സാമെല്ലാം കഴിഞ്ഞിട്ടല്ലേ പോകും ഏതായാലും. പിന്നെ മോൻ 10ാം ക്ലാസ്സാണ്, മോൻ്റെ എക്സാമെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിൽ പോകും. പിന്നെ നാട്ടിൽ പോകാൻ കുറച്ച് ദിവസം കൂടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ച് മതി ഏതായാലും ഇവിടുന്ന് എടുക്കുന്ന തന്നെ കാണിക്കാമെന്ന്, നമ്മൾ ഇവിടുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ എടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞാനിതാ രാവിലെ തന്നെ എണീച്ച് ഇതാ പുറത്ത് നോക്കുമ്പോൾ നല്ല മഞ്ഞുണ്ട്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇത് ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണിൽ ഇറങ്ങുമ്പോൾ തന്നെ ഹസ്ബൻഡ് തക്കാളി ചട്ടിനിക്ക് വേണ്ടിയിട്ടുള്ള തക്കാളി ഉള്ളിയെല്ലാം വാട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചല്ല കേട്ടോ, ഓരെന്നെ ഉണ്ടാക്കിയതാണ്. എന്നോട് തലേന്നേ പറഞ്ഞിന് നല്ല അടിപൊളി തക്കാളി ചട്ടിനി ഉണ്ട്, അത് ഞാൻ ഉണ്ടായിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇതെല്ലാം വാട്ടിയിട്ട് വെച്ചിട്ട് പിന്നെ എന്നോട് പറഞ്ഞ് നീ അതൊന്ന് മിക്സിയിൽ അരച്ചിട്ട് ചട്ടി വെച്ചിട്ടൊന്ന് എടുത്താളാന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ എനിക്ക് ആ പണി ഉണ്ടായിട്ടുള്ളൂ. ഉള്ളിയും തക്കാളിയൊന്നും വാട്ടേണ്ട പണി ഉണ്ടായിട്ടില്ല. അതെല്ലാം ബാക്കിയെല്ലാം ഓറ് ചെയ്തിട്ട് അവിടെ വെച്ച്. പിന്നെ ഞാൻ ഉഴുന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത്. ഉഴുന്ന് ദോശയ്ക്ക് ഞാൻ തലേന്ന് മാവ് അരച്ച് വെച്ചിന്. അപ്പോൾ ഞാൻ ഉഴുന്ന് ദോശ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ 2 ഗ്ലാസ് പച്ചരിയും 1 ഗ്ലാസ് ഉഴുന്നും പിന്നെ ലേശം ഉലുവയും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് തുവരപ്പരിപ്പില്ലേ അതും പിന്നെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കഴുകുക. നമ്മളെല്ലാം ഒന്നിച്ച് തന്നെ ഒരു പാത്രത്തിലിട്ട് നല്ലോണം കഴുകിയിട്ട് നല്ല വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. എന്നിട്ട് ആ വെള്ളത്തിൽ തന്നെ അരച്ചതാണ് കേട്ടോ. എന്നിട്ട് അരക്കുമ്പോൾ എന്താക്കുക, ഞാൻ ഇതിലേക്ക് ഒരു 3 ചെറിയ വെണ്ടക്ക അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിന്. അപ്പോൾ ഈ വെണ്ടക്കയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ അടിപൊളി ദോശയാണ് ചുട്ട് കഴിഞ്ഞാൽ, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഞാനിതാ കുറച്ചധികം തന്നെ അരച്ചിട്ട് കുറച്ചാടെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ മാവ് കുറച്ചാടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും നല്ലോണം ഇഷ്ടമാണ്. ഞാനിത് 2ാമത്തെ പ്രാവശ്യമാണ് ഇത് ഉണ്ടാക്കുന്നത്. ഞാനിത് ടി വിയിൽ കണ്ടതാണ് കേട്ടോ, M80 മൂസ സീരിയലില്ല. അപ്പോൾ അതിൽ ഞാൻ കണ്ടിട്ട് അതിൽ പറയുന്ന ആ ഒരു ടിപ്പ് വെച്ചിട്ട് ഞാനൊന്ന് ഉണ്ടാക്കി നോക്കുമ്പോൾ അടിപൊളി ദോശയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഞാനിത് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് 3-4 ദോശയുടെ ചുട്ടെടുക്കുന്നുണ്ട്. ഞാനെല്ലാം ചുട്ടെടുക്കുന്നില്ല, എന്താണെന്ന് വെച്ചാൽ പിള്ളേർക്കെല്ലാം ചൂടോടെ തന്നെ കിട്ടണം. അതുകൊണ്ട് ഞാൻ എല്ലാം ചുട്ടെടുക്കുന്നില്ല. പിന്നെ ഓലിക്ക് ചായക്ക് മാത്രമേ ഞാൻ ഓരോന്ന് ചുട്ടെടുത്തിട്ടുള്ളൂ ചൂടോടെ തന്നെ. പിന്നെ ബാക്കി ഞാൻ പൊത്തി വെക്കിയത് പിന്നെ ചൂടാന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ തലേന്ന് തന്നെ കൊണ്ടുപോകാനുള്ള ചോറ് ഞാൻ തലേന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലാണ് എടുത്ത് വെക്കും. രാവിലെ എന്തായാലും ടൈം കിട്ടില്ലല്ലോ നമുക്ക് ചോറും കറിയെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓർക്ക് വേണ്ടുന്ന ദോശ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ലഞ്ചിലായി കൊടുക്കണം. അപ്പോൾ ഹസ്ബൻഡ് പോയതിന് ശേഷമാണ് പിന്നെ ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ദോശയെല്ലാം ചുട്ട് അവർക്കും കൊടുത്തത്. പിന്നെ അവർ ക്ലാസ്സിലിരിക്കുമ്പോൾ തന്നെ 7:45 ആകുമ്പോഴത്തേക്കെല്ലാം റെഡിയാക്കിയിട്ടെല്ലാം വെക്കണം. പിന്നെ 8 മണിക്ക് ക്ലാസ് തുടങ്ങുകയും ചെയ്യാൻ. അങ്ങനെ ഹസ്ബൻഡ് ഇറങ്ങിയതിന് ശേഷമാണ് പിന്നെ ഞാൻ ബാക്കിയുള്ള പണിയിലേക്ക് കടന്നത്. അപ്പം മക്കൾക്ക് ചായ ചൂടാക്കിയിട്ട് കൊടുത്ത് പിന്നെ അവർക്ക് വേണ്ടുന്ന ദോശ ചൂടോടെ ചുട്ടുകൊടുത്ത് പിന്നെ ഞാൻ അവിടെ ബാക്കി മൂടി വയ്ക്കാൻ കേട്ടോ ചെയ്തത്. പിന്നെ ചൂടോടെ തന്നെ ചൂടാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനും അവരൊക്കെ തന്നെ വെയ്യ കഴിക്കലാണ്. ഇനിയിതാ കുറച്ച് പാത്രങ്ങൾ കയറ്റിയെടുക്കാനുണ്ട്, അതെല്ലാം ഒന്ന് വേഗം തന്നെ കയറ്റി വെച്ച്. പിന്നെ ഞാൻ അധികം വിചാരിക്കും ഈ ഡെയിലി വീഡിയോ എടുത്ത് ഡെയിലി അപ്ലോഡ് ചെയ്യാമെന്ന്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ടാണ് കേട്ടോ. എനിക്കൊന്നാമത് ഒരു മടി. നമുക്കിപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യാൻ തന്നെ ഇറങ്ങി കിട്ടാൻ തന്നെ ഒരു പണിയാണ്. പിന്നെ ഇറങ്ങി കിട്ടിയാൽ പിന്നെ അതിൻ്റെ മുമ്പിൽ തന്നെ ഇരുന്നാൽ എണീക്കാനും തോന്നില്ല, അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ചൂടിദാറിൽ അടിക്കാനുണ്ട്. പിന്നെ നോമ്പും പെരുന്നാളെല്ലാം വരുന്നതല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ച ഏതായാലും നാട്ടിൽ പോകുന്നതിന് മുന്നേ എല്ലാം ഒന്ന് അടിച്ചെടുക്കാമെന്ന്. പിന്നെ അധികം പാകിസ്ഥാൻ കോട്ടൺ ഇവിടുന്ന് ഞാൻ എടുക്കൽ. പിന്നെ നമ്മുടെ നാട്ടിലെ ആ ഒരു നല്ലൊരു മെറ്റീരിയൽ ഒന്നും ഇവിടെ കിട്ടുകയും ചെയ്യില്ല. കിട്ടും പക്ഷേങ്കിൽ വലിയ പൈസയായിരിക്കും. അങ്ങനെ ഒരു കുറച്ച് പഴയ മോഡലിലായിട്ടാണ് കിട്ടാൻ. അതുകൊണ്ട് പിന്നെ ഞാൻ ഇവിടുന്ന് അങ്ങനെ എടുക്കാൻ നിൽക്കില്ല. പിന്നെ അധികം എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ പാകിസ്ഥാൻ കോട്ടൺ ഞാൻ എടുക്കൽ. സുബൈർ പ്ലാസയിൽ പോയിട്ട് അവിടെ നിന്ന് എടുക്കലാണ്. അപ്പോൾ ഇതെൻ്റെ പാത്രം കഴുകലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഞാൻ അലക്കാൻ ഇട്ടിനു. അപ്പോൾ അതെല്ലാം ഒന്ന് ആറിയിടണം. ഇതെല്ലാം ഉണക്കിയതാണ് കേട്ടോ ഈ മെഷീനിൽ. പിന്നെ അതുമല്ല ഇപ്പോൾ തണുപ്പായതുകൊണ്ട് അങ്ങനെ ഉണങ്ങി കിട്ടുന്നുമില്ല. അതുകൊണ്ട് അലക്കൽ തന്നെ ഈ 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ഇപ്പോൾ അലക്കൽ. തുണി ഉണങ്ങുന്നില്ലല്ലോ, അതുകൊണ്ട് പിന്നെ വേറെ എവിടെ ആറിയിടാനും സ്ഥലമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ഇപ്പോൾ അലക്കാനും. അപ്പോഴത്തേക്ക് എത്രയാകുന്ന കുറേ ആവും. മെഷീൻ അങ്ങനെ നിറഞ്ഞെടുക്കലാണ്.
അപ്പോൾ ഞാനിതാ തുണിയെല്ലാം ആറിയിട്ട് പിന്നെ അടിച്ചു വാരൽ ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിട്ടില്ല. അടിച്ചു വാരലും കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഇന്ന് ചോറുണ്ടാക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ മക്കൾക്ക് നൂഡിൽസ് മതി എന്ന് പറഞ്ഞുകൊണ്ട് നൂഡിൽസ് ഉണ്ടാക്കാനാണ് നിന്നത്. പിന്നെ ഇന്നലത്തെ ഫ്രൈഡ് റൈസ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ ചൂടാക്കിയിട്ട് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നൂഡിൽസ് എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. നൂഡിൽസ് ഇഷ്ടമല്ല, മക്രോണി എനിക്ക് ഇഷ്ടമല്ല. ഇത് രണ്ടും എനിക്ക് ഇഷ്ടമല്ലാത്ത സാധനമാണ്. അതുകൊണ്ട് ഞാൻ ഇതങ്ങനെ കഴിക്കാൻ നിൽക്കില്ല. പിന്നെ എനിക്ക് തലേന്നത്തെ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ തലേന്ന് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും കുറച്ചവിടെ ബാക്കിയുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ അത് ചൂടാക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ മക്കൾക്ക് നൂഡിൽസ് ഭയങ്കര കാര്യമാണെന്നല്ല. അപ്പോൾ ഞാൻ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു നൂഡിൽസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നൂഡിൽസ് ഞാൻ ചിക്കൻ ആദ്യം വേവിച്ച വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിച്ചിട്ടാണ് നൂഡിൽസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് ബട്ടറും എന്നിട്ട് അതിൽ വെളുത്തുള്ളിയും ഇട്ടിട്ടൊന്ന് വാട്ടിക്കൊടുത്ത് അതിന് ശേഷം ക്യാരറ്റ് കുറച്ച് നേരിയതായിട്ട് മുറിച്ചതും ഇട്ടിട്ട് ഇതാ വാട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റ് കുറച്ചൊന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ക്യാബേജ് ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിക്കൊടുക്കുക. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ചിക്കനൊന്ന് ഇതുപോലെ കൈ കൊണ്ട് ചെറുങ്ങനൊന്ന് നുള്ളിയിട്ടിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ചിക്കന് കുരുമുളകും ഉപ്പും ഇട്ടിട്ട് വേവിച്ചതാണ് കേട്ടോ. എന്നിട്ട് ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയാ, ചിക്കനിൽ ഉപ്പുള്ളതാണ്. എന്നിട്ട് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം എൻ്റെ അടുത്ത് യെല്ലോവും പിന്നെ റെഡാണെന്നുള്ളത്. അപ്പോൾ അത് രണ്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. ഗ്രീൻ ഉണ്ടെങ്കിൽ ഗ്രീൻ ഇട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് ഗ്രീൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിട്ട് കൊടുത്തത്. പിന്നെ അതിൻ്റെ അടുത്ത് ഞാൻ ലേശം ബട്ടറും കൂടി ഒന്നും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനാണ്. ഞാൻ എന്തോ ഒരു ബട്ടർ പോരാത്ത പോലെ തോന്നിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തതാണ്. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച നൂഡിൽസും ഇതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നല്ല അടിപൊളി നൂഡിൽസ് ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് അത്ര ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ. പിന്നെ ഇത് തലേന്നത്തെ ഫ്രൈഡ് റൈസ് ഞാൻ ഓവനിൽ വെച്ചിട്ടാണ് ചൂടാക്കുന്നത്. അപ്പോൾ അതും ചൂടാക്കി പിന്നെ ഞാനും മക്കളെല്ലാം കൂടിയിട്ട് കഴിച്ച്. അപ്പോൾ ഓരോ ക്ലാസ്സെല്ലാം കഴിഞ്ഞ് അവരെ കുളി നിസ്കാരമെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ ചോറ് കഴിക്കാനിരുന്ന് തന്നെ. അന്നേരം തന്നെ സമയം 2:30 മണിയെല്ലാം ആവും. 2:30, 2:45 ആവും. അങ്ങനെ ചോറെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനിതാ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കിച്ചണ് ഞാൻ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസ് അടുപ്പൊന്നും തുടച്ചിട്ടില്ലിരുന്നു. അതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി. പിന്നെ സോപ്പിടാൻ നിന്നിട്ടില്ല ഇന്ന്. അങ്ങനെ വലിയ വൃത്തിയോടൊന്നും ഇല്ല ഗ്യാസ് അടുപ്പ്. അതുകൊണ്ട് പിന്നെ ഞാൻ സോപ്പിടാൻ നിന്നിട്ടില്ല. വെറുങ്ങനെ വെള്ളത്തിലൊന്ന് തുടച്ചെടുത്തതാണ്. എന്നിട്ട് പിന്നെ ഈ കൗണ്ടർ ടോപ്പും സിങ്കെല്ലാം അതും ഞാൻ ഒന്ന് സോപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് വൃത്തിയാക്കിയിട്ട് വെച്ച്. പിന്നെ കാര്യമായ പണിയൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ രാത്രിയത്തെ പണി ഉണ്ടായിട്ടുള്ളൂ. രാത്രി ഞാൻ അരി റൊട്ടി ആണം വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സിങ്കും വൃത്തിയാക്കി. പിന്നെ താലിങ്ങനെ ചെറുങ്ങനെ വെള്ളം ഇട്ടു. അപ്പോൾ ഞാനെന്താക്കും, അടിച്ചു വരുന്നതിന് മുന്നേ ഒരു തുണി എടുത്തിട്ട് ആദ്യം തന്നെ തുടക്കും. എന്നിട്ട് അതിന് ശേഷം അടിച്ചു വരാറ്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ മാച്ചിൽ നനയുകയും ചെയ്യും. പിന്നെ ഫുള്ള് കച്ചറ അതിൻ്റെ മുകളിൽ ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ ഞാനെന്താക്കും, വേഗം തന്നെ ആദ്യം ഒന്ന് തുടക്കും. എന്നിട്ടാണ് അടിച്ചു വരൽ. എന്നിട്ട് എന്തെങ്കിലും കച്ചറ ഉണ്ടെങ്കിൽ ഞാൻ എന്താക്കും, വീണ്ടും തുണി നനച്ചിട്ടൊന്ന് തുടക്കും. അതാകുമ്പോൾ നല്ല വൃത്തി ഉണ്ടാവും കിച്ചണ്. അല്ലാണ്ട് നമ്മൾ പിന്നെ ഈ നനേനോട് തന്നെ അടിച്ച് വാരുമ്പോൾ ഫുള്ള് മാച്ചിൻ്റെ നമ്മൾ കച്ചറ ഉണ്ടാവും. നമ്മൾ അടിച്ച് വാരിയാൽ ഒരു വൃത്തിയും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കൽ. അങ്ങനെ അടിച്ച് വാരലും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തുടക്കലെല്ലാം കഴിഞ്ഞ്. അപ്പോൾ അതിനുള്ള പണി ഇതാ, രാത്രിയത്തെ അരി റൊട്ടിക്ക് വേണ്ടിയിട്ട് അരി പോത്തണം. അപ്പോൾ അതും കൂടി ഞാൻ അവിടെ പോത്തി വെച്ച് പിന്നെ മീനെടുത്ത് വെള്ളത്തിലിടുക വേണ്ടു. അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.